ചേര നമ്മുടെ ഒരു എന്താ പറയുക വീട്ടിലെ ഒരു അതിഥി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വീടുകളിലും വരാറുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പേടിക്കും. അത്രയും വലുപ്പം വണ്ണമൊക്കെ ഉള്ള ഒരു പാമ്പാണ് ചേര. ശരിക്കും ചേരയെ നമുക്ക് പാമ്പ് വർഗ്ഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുമോ? പണ്ട് മുതലേ മലയാളികൾ അത് പാമ്പല്ലടാ ചേരയാണെന്ന് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു. അതെ, ചേരയെ നമ്മൾ പാമ്പായിട്ട് കണക്കൂട്ട് പോലുമില്ല. അപ്പൊ അത്രത്തോളം അത് പാമ്പല്ല ചേരയാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ ചേര നമ്മുടെ പരിസരത്തൊക്കെ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് പണ്ട് മുതലേ നമുക്ക് ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങളുണ്ട് ചേര പരിസരത്തൊക്കെ ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എലിശല്യം പരമാവധി കുറഞ്ഞിരിക്കും. രണ്ട്, ഈ എലിയെ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പരതി നടക്കുന്ന വിഷപ്പാമ്പുകൾ ആ പരിസരത്തേക്ക് വരില്ല. അതായത് ഈ കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹൈഡൌട്ട്സ്, അതിന് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് ഹൈഡൌട്ട്സ് അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ഒരു ചേരയുള്ള പ്രദേശത്തേക്ക് അത് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചേര അതിനെ തിന്നും. ചേര നല്ല രീതിയിൽ മറ്റു പാമ്പുകളെ തിന്നുന്ന ഒരു പാമ്പാണ്. അതായത് നമുക്ക് പൊതുവിൽ മലയാളികൾക്ക് അറിയാവുന്നത് രാജവെമ്പാല പാമ്പുകളെ പിടികൂടി ഭക്ഷിക്കുന്ന പാമ്പാണ്. എന്നാൽ രാജവെമ്പാലയെ പോലെ തന്നെ രാജവെമ്പാല കൂടുതൽ പ്രധാനമായും പാമ്പുകളെ മാത്രമാണ് കഴിക്കുക. മൂർഖം പാമ്പിനെയും ചേരയൊക്കെ നല്ലോണം കഴിക്കും. രാജവെമ്പാലയെ തന്നെ കഴിക്കും, മലമ്പാമ്പിനെയൊക്കെ തന്നെ കഴിക്കും. പക്ഷെ അതുപോലെ തന്നെ മറ്റു പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകളിൽ ഒന്നാണ് ചേര, മൂർഖൻ, വെള്ളിക്കെട്ടൻ, അതുപോലെ പച്ചില പാമ്പുകളൊക്കെ നല്ല രീതിയിൽ മറ്റു പാമ്പുകളെ കഴിക്കും. മണ്ണൂലികൾ നന്നായിട്ട് മറ്റു പാമ്പുകളെ കഴിക്കും. ഈ ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ വിഷമുള്ള പാമ്പിൻ കുഞ്ഞുങ്ങളൊക്കെ ആ പരിസരത്ത് വന്ന് സ്ഥിരതാമസമാക്കുന്നതിന് എന്ത് ചെയ്യും? ഭക്ഷിക്കും. അത് പിടികൂടി ഭക്ഷിക്കും. സ്ഥിരതാമസം ഉറപ്പിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പം പരിസരത്ത് ചേരയുള്ളത് പരിസരവാസികൾക്ക് എപ്പോഴും ഒരു സംരക്ഷണമാണ്. നമ്മളെ അത്രയും പേടിക്കേണ്ട ഒരു പാമ്പൊന്നും അല്ല. ചേര എന്ന് പറഞ്ഞാൽ കർഷകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതായത് കർഷകന്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില വൻതോതിൽ കൃഷി നടത്തുന്ന കർഷകർ വെള്ളിമൂങ്ങയ്ക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. വളർത്തുകയല്ല, ഔൾ ബോക്സ് എന്ന് പറയും. ചെറിയ കൂടാരത്തോട് കൂടിയുള്ള ഒരു പോസ്റ്റ് നാട്ടിയിട്ട് അതിന്റെ മേളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ഒരു സ്പേസ്. അതെ, അപ്പൊ മൂങ്ങയ്ക്ക് വന്നിരിക്കാനും അവിടെ നിന്ന് പറന്നു പോകാനും പിന്നെ അതുപോലെ തിരിച്ചു വരാനും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉള്ള ഒരു ചെറിയ കൂട്. അപ്പൊ ഇത് ജസ്റ്റ് വെച്ചാൽ മതി. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു മൂങ്ങ ഫാമിലി വന്ന് വെള്ളിമൂങ്ങ ഫാമിലി വന്ന് അതിനകത്ത് താമസമാവും. അങ്ങനെ താമസമായി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് കീടനാശിനി ഒന്നും ഞാൻ പ്രദേശത്ത് വേണ്ട. അതായത് ഇപ്പൊ നെല്ലോ ഗോതമ്പൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മൂങ്ങകൾ തന്നെ രാത്രി ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള സംഗതികളെ കംപ്ലീറ്റ് പിടികൂടി ഭക്ഷിച്ചോളും. ഒരു വെള്ളിമൂങ്ങ പെയർ ഒരു വർഷം കൊണ്ട് ഏകദേശം 3600ഓളം എലികളെ പിടികൂടി കഴിക്കുമെന്നാണ് കണക്ക്. അതിനേക്കാൾ എഫക്റ്റീവായിട്ട് എലികളെ പിടികൂടി ഭക്ഷിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് ചേരയാണ്. വെള്ളിമൂങ്ങയേക്കാൾ എഫക്റ്റീവായിട്ട് എലികളുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയുന്ന കർഷകരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ സഹായി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്, ഒരു ജീവിയാണ് ചേര.